ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്, കാരണം എന്റെ പല്ല് കമ്പിടാൻ പോണേണ്. അപ്പൊ അതിന്റെ സംഭവങ്ങളും റൂട്ട് കനാലും കമ്പിടനേക്കാൾ മുമ്പ് പല്ല് പറിക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട് വായൊക്കെ ഇങ്ങനെ വിങ്ങിയിരിക്കണുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാണ്ടിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, എനിക്ക് കോളേജ് കിട്ടി. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ കിട്ടാത്ത ആൾക്കാർക്ക് പേടിക്കണ്ട, സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് ഓപ്ഷനിലും സെക്കൻഡ് അലോട്ട്മെന്റിലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. സ്പോട്ട് അഡ്മിഷൻ എങ്ങനെ കോളേജൊക്കെ തിരഞ്ഞെടുക്കണേന്ന് ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യാം. ആരും വിഷമിക്കണ്ട, കോളേജ് കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ, കാരണം ഞാൻ ഇങ്ങനത്തെ കീം കണ്ടന്റ്, സ്റ്റഡി കണ്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മിസ് ഔട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് നോക്കിയെന്ന് വെച്ചാൽ ഞാൻ എടുക്കാൻ നിന്ന സബ്ജക്റ്റ് ഈസിയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത്. രണ്ടാമത് കമ്പ്യൂട്ടർ സയൻസ്. ഫസ്റ്റ് ഞാൻ എടുക്കാന്ന് വെച്ച കോഴ്സ് ഞാൻ ബിടെക് നേവൽ ആർക്കിടെക്ചർ നോക്കാന്ന്. നേവൽ ആർക്കിടെക്ചർ ഞാൻ നോക്കിയപ്പോൾ ക്രൈസ്റ്റ് കോളേജ്, SNGC, അതുപോലെ തന്നെ ഇപ്പോ രാജധാനിയിൽ അവർ ഈ വർഷം നേവൽ ആർക്കിടെക്ചറിന്റെ ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നേവൽ ആർക്കിടെക്ചർ എടുക്കാന്ന്. ഞാൻ നോക്കിയപ്പോ ക്രൈസ്റ്റിനേക്കാളും കുറച്ചും കൂടെ നേവൽ ആർക്കിടെക്ചറിന് ബെറ്റർ SNGC ആണ്. നാകുളത്താണ് കൊടുക്കണത് കോളേജസ്. അത് ഞാൻ വിചാരിച്ചു, ഫസ്റ്റ് ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാണ്. പക്ഷെ എൻ്റെ വീട്ടിലെ കുറച്ച് സാഹചര്യം കാരണം ഞാൻ എന്ത് ചെയ്തു, എറണാകുളത്ത് പഠിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എറണാകുളത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, മോഡൽ ഫസ്റ്റ് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചത് SNGCയിൽ നേവൽ ആർക്കിടെക്ചർ വെക്കാന്നാണ്. അതിനു മുമ്പ് എനിക്ക് എന്തോ ഒരു ഉൾവിളി എന്നൊക്കെ പറയാം. ഉൾവിളി കാരണം ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല ടെക്നിക്ക്. ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ പോവാ, സീനിയേഴ്സിന് മെസ്സേജ് അയക്കുക, അങ്ങനെ ഇങ്ങനെ നോക്കി വന്നപ്പം കുറച്ച് പേർക്ക് അയച്ചു. കുറച്ച് പേർക്കൊന്നുമല്ല, ഒരു 10-12 പേർക്ക് അയച്ചിട്ടുണ്ടാവും. അതിനകത്ത് തന്നെ എനിക്കൊരു 5-6 പേരായിട്ട് റിപ്ലൈ തന്നിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു കോളേജസ് എങ്ങനെയുണ്ട്, ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. ചില ആൾക്കാരെല്ലാം പറഞ്ഞത് കോളേജ് എത്ര പോരാ, അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ഭയങ്കര ശോകമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ SNGC വേണ്ട. അങ്ങനെ എനിക്ക് റാങ്ക് എന്ന് പറഞ്ഞാൽ അധികം റാങ്ക് ഉണ്ടായില്ല, എനിക്ക് റാങ്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ SC കാറ്റഗറി ആയതുകൊണ്ട് അങ്ങനെ റിസർവേഷൻ മെറിറ്റ് സീറ്റാണ് എനിക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്നിട്ട് ഞാൻ SNGCയിൽ കൊടുത്തില്ല. ഇങ്ങനെ കുറച്ചു പേരൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര എന്നാ പിന്നെ വേണ്ട, ഈസി എടുക്കാം. അങ്ങനെ ഈസി എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് നാവൽ ആർക്കിടെക്ചർ ആയിരുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഈസി കൊടുക്കാന്ന് വെച്ച് ഫസ്റ്റ് ഞാൻ വെച്ചത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഈസി വെച്ചു. പക്ഷെ എനിക്കറിയാമായിരുന്നു മോഡൽ കിട്ടൂല, എന്നാലും ഞാൻ വെച്ചെന്നുള്ളൂ. അങ്ങനെ കുറച്ച് വെച്ചു. മോഡലിൽ തന്നെ വെച്ചു. രണ്ടാമത് ഞാൻ വെച്ചത് രാജഗിരിയാണ്. രാജഗിരി, കാക്കനാട്. എൻ്റെ ഇവിടെ നിന്ന് അധിക ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജാണ് വെച്ചത്. രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ ഈസി വെച്ചു. പിന്നെ രാജഗിരിയിൽ CS വെച്ചു. പിന്നെ ഞാൻ എന്താ വെച്ചത്, രാജഗിരി ഇൻസ്ട്രുമെന്റേഷൻ അങ്ങനെ എന്തോ കോഴ്സ് ഇല്ലേ, അതും കൊടുത്തു. പിന്നെ രാജഗിരിയിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇൻഫോർമേഷൻ ടെക്നോളജി കൊടുത്തു. പിന്നെ സാധാരണ എറണാകുളത്തുള്ള പ്രൈവറ്റ് കോളേജ് മുത്തൂറ്റ്, ആദിശങ്കര, അങ്ങനത്തെ കുറച്ച് കോളേജസും അങ്ങനെ ഞാൻ കുറച്ച് ലിസ്റ്റ് വെച്ചു. എനിക്ക് എന്നിട്ട് ട്രയൽ അലോട്ട്മെന്റ് വന്നപ്പോൾ ട്രയലിൽ വന്നത് എനിക്ക് രാജഗിരി തന്നെ കിട്ടി. ട്രയല് എനിക്ക് സന്തോഷമായിട്ടാണ്. പക്ഷെ എനിക്കറിയാമായിരുന്നു ട്രയല് കിട്ടണത് ഒരിക്കലും നമുക്ക് ഇങ്ങനെ കിട്ടൂല എന്ന് എനിക്കറിയാം. ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ട്രയല് രാജഗിരി ഈസി കിട്ടി. കുഴപ്പമില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഏകദേശം ഇനി എനിക്ക് മേളിലോട്ട് കിട്ടൂല. മേളിലോട്ട് എന്ന് പറഞ്ഞാൽ പിന്നുള്ളത് മോഡലാണ്. മോഡലിൽ എനിക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല. മോഡലിന് നല്ല മാർക്ക് വേണമല്ലോ. അപ്പൊ എനിക്കറിയാം കിട്ടാൻ ചാൻസ് ഇല്ല, ഇനിയിപ്പോ രാജഗിരി ആയിരിക്കും. അങ്ങനെ എൻ്റെ ഒരു ഇന്നർ മൈൻഡിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രൊഫഷണൽ അലോട്ട്മെന്റ് ഇല്ലേ, അങ്ങനെ വന്നു. അതിനകത്തും എനിക്ക് രാജഗിരി ഈസി കിട്ടി. അതിനുശേഷം ഞാൻ ഫസ്റ്റ് അലോട്ട്മെന്റ് നോക്കി. ഫസ്റ്റ് അലോട്ട്മെന്റിലും എനിക്ക് രാജഗിരി ഈസി കിട്ടി. അങ്ങനെ അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് രാജഗിരി കിട്ടി. പിന്നെ ഞാൻ കുറച്ച് പേരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ രാജഗിരി കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഫീസ് ഭയങ്കര കൂടുതലാണ്. ഫീസ് എനിക്ക് റിസർവേഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ട്യൂഷൻ ഫീ ഒക്കെ എനിക്ക് അങ്ങനെ ഇതായിട്ട് പോകും. പിന്നെ അല്ലാണ്ട് കൊടുക്കണ എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ആണ്. ഞാൻ ഇതുകൂട്ട് തന്നെ കുറച്ച് സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ട്രിക്റ്റ് അല്ല, പക്ഷെ ഒരു അവിടെ ഇത്തിരി
ഇതൊക്കെ പാലിക്കേണ്ടി വരും എന്നാണ്. പ്ലേസ്മെന്റ് ഒക്കെ നല്ലോണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് കോളേജും പിന്നെ പ്ലേസ്മെന്റും ആണ്. അപ്പൊ എനിക്ക് പ്ലേസ്മെന്റ് നല്ലോണം ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഓക്കെ എന്നാ പിന്നെ രാജഗിരി ഓക്കെ എന്ന് പറഞ്ഞ അങ്ങനെ ഞാനിപ്പോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ രാജഗിരി വന്നു. ഇന്നലെ എന്റെ ഫ്രണ്ട് ദിയാനയും കൊണ്ട് ഞാനത് പേ ചെയ്തു. അപ്പൊ സീറ്റ് കൺഫേം ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷെ ഇനി ഞാൻ സെക്കൻഡ് അലോട്ട്മെന്റിൽ കൊടുക്കണില്ല, എനിക്ക് ആ രാജഗിരി തന്നെ മതി. അതാണ് ഞാൻ ഇനി ചൂസ് ചെയ്തത്. പിന്നെ ആർക്കെങ്കിലും ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയത് ഇഷ്ടമല്ല സെക്കൻഡ് അലോട്ട്മെന്റ് പോണെങ്കിൽ അങ്ങനെ ഫീസ് അടച്ചതിന് ശേഷം 12-ാം തീയതി വരെയാണ് ടൈം ഉള്ളത്. 12-ാം തീയതിക്ക് ശേഷം ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അതാരും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കാരണം ചില ആൾക്കാർ ഫസ്റ്റ് ഇതിന് കൊടുക്കും, സെക്കൻഡിനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കൂല. അപ്പൊ അവർക്ക് സെക്കൻഡിന് കിട്ടൂല, ഫസ്റ്റത്തെ തന്നെ ഇതാക്കും. അതിനു മുമ്പ് തന്നെ എല്ലാരും ഫസ്റ്റ് കിട്ടിയ എല്ലാരും തന്നെ സീറ്റ് ഇത് ചെയ്തിട്ടോളണം. ആ ഒരു ടോക്കൺ എമൗണ്ട് കൊടുത്ത് ബുക്ക് ചെയ്തിട്ടോളണം. ഇനി നമ്മുടെ ഇത് മിസ്സാവരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞാൻ എല്ലാ കമന്റ്സിനും റിപ്ലൈ തരും കേട്ടോ. നമ്മുടെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.